രോഹിത്തിനെ ഇഷ്ടപ്പെട്ട് രേവതി അങ്ങനെ നാളെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണെങ്കിൽ അലീനയുടെ രഹസ്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ അന്വേഷിച്ച് പോകുന്നുമുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ശിവൻ വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരിക്കലും ബാലചന്ദ്രനെ മനസ്സിലാക്കാനോ ബാലചന്ദ്രനെ അംഗീകരിക്കാനോ ശ്രമിച്ചിട്ടില്ല. വെറുതെ ജീവിച്ചു എന്നല്ലാതെ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അടുപ്പമോ ബന്ധമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ബാലചന്ദ്രൻ നിന്നെ ഇങ്ങനെ വെറുതെ ഒഴിവാക്കില്ലായിരുന്നു എന്നുകൂടി നമ്മുടെ ശിവൻ കൂട്ടിച്ചേർക്കുമ്പോൾ നല്ല രീതിയിൽ വൈജയന്തിക്ക് സങ്കടവും വിഷമവും ഒക്കെ ആവുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാമച്ചൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അവർ തിരികെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നു. ഇതിനിടയിൽ രേവതിക്കുട്ടി തൻ്റെ മനസ്സിലുള്ള ആ കുറ്റബോധമെല്ലാം മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, രോഹിത്തിനോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളെ വിചാരിച്ചതിനേക്കാളും നിങ്ങൾ പെർഫെക്റ്റാണ് എന്ന് പറയുന്നു. ഇതേ സമയം ഇപ്പോഴെങ്കിലും അത് അംഗീകരിച്ചല്ലോ, അതുമാത്രം മതി എന്ന് രോഹിത്ത് വെളിപ്പെടുത്തുന്നു. എന്തായാലും നന്നായി, നിങ്ങളുടെ ഇങ്ങനെ മാറിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം എൻ്റെ ചേച്ചിയെ ഉപദ്രവിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വെറുപ്പായിരുന്നു. അതായിരുന്നു ഞാൻ ഇതുവരെ കാട്ടിയത് എന്ന് പറയുന്നു. അത് കേട്ടതും രോഹിത്ത് അത് ശരിവെക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയുടെ മനസ്സിൽ രോഹിത്ത് ഒരു സ്ഥാനം പിടിക്കുന്നുണ്ട്, ഒരു ഇഷ്ടം പിടിച്ചു വാങ്ങുന്നുണ്ട് എന്ന് കാണാം.